الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا ബഹുമാന്യരായ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം നമ്മൾക്ക് ഇടപെടേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഓർമ്മയുണ്ടാകണമെന്നും അതനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് സദാ ജാഗ്രതയുണ്ടാകണമെന്നും ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞയാഴ്ച ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഒന്ന് രണ്ട് ഖുതുബകളെ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ല ഖുർആൻ പഠനം. ഖുർആൻ പഠനവും മനനവും, ഖുർആൻ പഠനം തത്വവും പ്രയോഗവും എന്നൊക്കെ ശീർഷകങ്ങളിലായി നമ്മൾ കേട്ടിട്ടുള്ള ഈ വിഷയം പക്ഷേ ഈ വിഷയത്തിന്റെ ഉള്ളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വിഷയ സംബന്ധമായി പൂർവികരായ പണ്ഡിതന്മാരും പരിഷ്കർത്താക്കളും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ള സംഗതി നമ്മുടെ സമുദായത്തിന്റെ ഇന്നത്തെ നിലപാടുമായി യഥാർത്ഥത്തിൽ പൊരുത്തപ്പെടുന്നതല്ല.
ഖുർആനിനെ ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സമീപിക്കേണ്ട വിധം പഠിപ്പിച്ചു തന്നിട്ടുള്ള ക്രമത്തിൽ നിന്ന് നമ്മുടെ സമുദായം ബഹുദൂരം അകന്നിരിക്കുന്നു എന്ന് വളരെ ഖേദപൂർവം ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വിഷയത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ എവിടെയും തട്ടാതെ ആർക്കും ഒരു അലോസരവും ഉണ്ടാക്കാതെ പ്രത്യേകിച്ച് ആരുടെ മനസ്സിലും ഒരു നിമ്മിഷ്ടമുണ്ടാവാതെ പറഞ്ഞു പോവുക സാധ്യമല്ല. ചിലപ്പോ ഞാൻ ഈ വിഷയം പറഞ്ഞു വരുമ്പോ വ്യക്തിപരമായി നമ്മുടെയൊക്കെ നിലപാടുകളെ ഒന്ന് പുനഃക്രമീകരിക്കേണ്ടി വരും. പുനഃക്രമീകരിക്കാതിരുന്നാൽ അതിന്റെ നഷ്ടം ഖതീബ് എന്നുള്ള നിലക്ക് എനിക്കോ ഖുർആനിന്റെ ഉടമ എന്നുള്ള നിലക്ക് പടച്ചതമ്പുരാനോ ഖുർആനിന്റെ വ്യാഖ്യാതാവോ എന്നുള്ള നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ അല്ല. നമുക്ക് ആരൊക്കെ എന്തൊക്കെ ന്യായങ്ങളും ന്യായീകരണങ്ങളും ഖുർആനിനോട് വിമുഖത കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ നിലപാടുകളെ സാധൂകരിക്കുന്നതിന് വേണ്ടി വിശദീകരിച്ചു തന്നിട്ടുണ്ടെങ്കിലും അതേതു സംഘങ്ങളായിരുന്നാലും സംഘടനകളായിരുന്നാലും പ്രസ്ഥാനങ്ങളായിരുന്നാലും ഖുർആനിനോട് വളരെ ലാഘവ ബുദ്ധിയുള്ള ഒരു സമീപനം ഇപ്പോ ഉള്ള സമീപനത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ നിലവിൽ കണ്ടുവരുന്ന രീതി തന്നെ തരക്കേടില്ലാത്തതാണ് എന്നതിന് ന്യായീകരണം ആര് പഠിപ്പിച്ചു തന്നതായിരുന്നാലും അത് വളരെ അപകടം പിടിച്ചതായിരിക്കും പലരെ സംബന്ധിച്ചിടത്തോളമെങ്കിലും എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒരുപക്ഷേ ഖുർആനിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്ന പ്രകാരം, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രകാരം, പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന പ്രകാരം ഒക്കെ ഖുർആനിനെ സമീപിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ധാരാളക്കണക്കിനുണ്ടാകും. നേരെ മറിച്ച് സാമ്പ്രദായികമായി മാത്രം, പാരമ്പര്യമായി മാത്രം ഖുർആനിനെ സ്വീകരിക്കുന്ന ധാരാളക്കണക്കിന് ജനങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിലുമൊക്കെയുണ്ട്. ഒരു വേള ഒരു പുനഃപരിശോധനക്ക് ഈ വിഷയം ഉതകുമെങ്കിലോ എന്ന നല്ല വിചാരത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വിഷയം അല്പം ഗൗരവപൂർവ്വം പരാമർശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രവാചകനെ നിയോഗിക്കുന്ന ആവശ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക എന്ന സൂറത്തു അൽ ബഖറയിലെ സൂക്തം. അതിന് മറുപടി എന്നോണം സൂറത്തു അൽ ജുമുഅയിലെ രണ്ടാമത്തെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി എന്ന രണ്ടാമത്തെ സൂക്തവും, ഈ രണ്ടു സൂക്തത്തിലും പരാമർശിച്ചിരിക്കുന്ന തിലാവത്ത് അല്ലെങ്കിൽ യത്ലൂന എന്ന പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിന്റെ ശാസനാ പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂറത്തു അൻകബൂത്തിലെ 45-ാമത്തെ സൂക്തം ഉഖ്തുലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ് വഅഖിമിസ് സ്വലാ എന്നതും, സൂറത്തു അൽ കഹ്ഫിലെ 27-ാമത്തെ ഉഖ്തുലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതിഹി എന്ന ഉഖ്തുലു എന്ന പദവും, സൂറത്തു അൽ ബഖറയിലെ 121-ാമത്തെ യത്ലൂന വല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി ഉലൈക യുമിനൂന ബിഹി എന്ന സൂക്തവും, മജ്ദുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ഫൈറൂസാബാദി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ അൽ ഖാമൂസുൽ മുഹീത്ത് എന്ന തന്റെ നിഘണ്ടുവിൽ ഈ തല, ഉത്തുലു, തിലാവത്ത്
യത്ലൂന എന്ന പദങ്ങളുടെയൊക്കെ ശാസന എന്ന പദങ്ങളുടെ ക്രിയാധാതുവായ തിലാവത്ത് എന്നുള്ളതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനവും വിശദീകരണവും ഒക്കെ കഴിഞ്ഞയാഴ്ച ഞാൻ കൽപ്പിച്ചിട്ടുള്ളതാണ്. അതിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖുർആൻ പഠിക്കുന്നതിനും ഖുർആൻ മനനം ചെയ്യുന്നതിനും ഒരുപാട് അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആനിന്റെ സീഡികൾ ധാരാളക്കണക്കിന് ലഭ്യമാണ്. സോഫ്റ്റ്വെയറുകളായിട്ട് ലഭ്യമാണ്, സാധാരണ സീഡികളായിട്ട് ലഭ്യമാണ്, കാസറ്റുകൾ ധാരാളക്കണക്കിനുണ്ട്. ആശയം ഗ്രഹിക്കുന്നതിനാവശ്യമായ വിവിധ പണ്ഡിതന്മാരുടെയും വിവിധ സംഘടനകളുടെയും ഒരുപാട് പരിഭാഷാ ഗ്രന്ഥങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഇന്റർനെറ്റ് അറിയുന്ന ആളുകൾക്ക് ഖുർആനിനെ സംബന്ധിച്ച് പഠിക്കുക ഒരു പ്രയാസകരമായ സംഗതിയേ അല്ല. അതിനൊക്കെ പുറമെയാണ് പള്ളികൾ കേന്ദ്രീകരിച്ച് ചിലപ്പോഴും പല റൂമുകളിലും വീടുകളിലുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ പഠന വേദികൾ. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഖുർആനിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ടെന്നും അറിയേണ്ടതുണ്ടെന്നും പ്രചരിപ്പിക്കേണ്ടതുണ്ടെന്നും ബോധ്യമുള്ള ആളുകൾ പോലും ഇത്തരം വേദികളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ വളരെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റക്ക് പഠിക്കുന്നതിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമുക്ക് വീടുകളിൽ ഇരുന്ന് പഠിക്കാവുന്നതാണ്. അതിനൊരുപാട് സൗകര്യങ്ങളുണ്ട്. വേണമെങ്കിൽ കൂട്ടായിട്ട് പഠിക്കുവാനുള്ള സൗകര്യങ്ങളും വളരെ അധികമാണ് നമ്മുടെയൊക്കെ പ്രദേശത്ത്. പ്രത്യേകിച്ചു കൂട്ടായി ഖുർആൻ പഠിക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ സന്നിധിയിൽ അങ്ങനെയായിരുന്നുവല്ലോ സഹാബികൾ. പ്രവാചകന്റെ പള്ളിയിൽ റസൂൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആളുകൾ കയറി വന്നാൽ കൂട്ടമായ പാരായണമല്ല കേൾക്കുക. അതൊക്കെ നമ്മൾ പിന്നീട് സ്വീകരിച്ചിട്ടുള്ള രീതികളാണ്. ഉമർ റളിയല്ലാഹു അൻഹു സാധാരണ പറയും, എനിക്കെന്റെ റബ്ബിനെ ഒന്ന് ഓർമ്മപ്പെടുത്തി തരുമോ നീ? അബൂ മൂസ അശ്അരിയോടാണ് അധികവും ചോദിക്കുക. അബൂ മൂസ അശ്അരി എന്ന് പറയുന്നത് വളരെ സുന്ദരമായി ഭക്തി നിർഭരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന മഹാ വ്യക്തിയാണ്, പണ്ഡിതനാണ്. അപ്പൊ ഖുർആനിൽ നിന്നുള്ള സൂക്തങ്ങൾ ആരെങ്കിലും ഓതി കേൾപ്പിക്കും, അതെല്ലാവരും കൂടെ ശ്രദ്ധിച്ച് കേൾക്കും. ഒരു ന്യായം നമുക്ക് പറയാം, അങ്ങനെയുള്ള ഒരു അവസരം അറബികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറബി അറിയും, അവരുടെ ഭാഷയിലാണ് ഖുർആൻ. നമുക്കത് അറിയാതെ പോയത് കൊണ്ട് അങ്ങനെ ഓതിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് ന്യായം പറയാം. പക്ഷെ ഞാൻ പറയുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു ന്യായം പറഞ്ഞ് ഖുർആൻ പഠനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു പഴുത് യഥാർത്ഥത്തിലെ വിഷയത്തെ ഒന്ന് ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചാൽ ലഭ്യമല്ല എന്നാണ് മനസ്സിലാവുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹദീസ് നമ്മൾ ധാരാളക്കണക്കിന് കേട്ടിട്ടുണ്ടാകും. റസൂൽ പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹ്. അല്ലാഹുവിന്റെ വേദത്തെ, അല്ലാഹുവിന്റെ കിതാബിന്, കിതാബ് എന്ന വാക്കിന് എങ്ങനെയാണ് ഒരു ഗ്രന്ഥം എന്ന അർത്ഥം വന്നു എന്നറിയില്ല. നമ്മുടെ മലയാളത്തിന്റെ പരിമിതിയായിരിക്കണം. ഈ കിതാബ് എന്ന അർത്ഥത്തിന് യഥാർത്ഥത്തിൽ ഒരു നിയമാവലി എന്നാണ് അർത്ഥം വരേണ്ടത്. ഇസ്ലാമികമായ നിയമാവലിയുടെ അടിസ്ഥാന സ്രോതസ്, അതാണ് അതിന്റെ ആശയം. യത്ലൂന കിതാബല്ലാഹ്, ദൈവിക ഗ്രന്ഥത്തിന്റെ എന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടി അർത്ഥം പറയാം. പക്ഷെ അത് പൂർണ്ണമായ ഒരു അർത്ഥമൊന്നുമല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഈ രൂപത്തിൽ തിലാവത്ത് ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ. യത്ലൂന കിതാബല്ലാഹി, അള്ളാഹുവിന്റെ കിതാബിനെ തിലാവത്ത് ചെയ്യുന്നതിന്. ഞാൻ ഈ അറബി പദം തന്നെ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നതിന് എന്ന് പറഞ്ഞാൽ മതി നമ്മുടെയൊക്കെ പരിചയപ്രകാരം. പക്ഷേ ഈ പദങ്ങൾ അള്ളാഹിന്റെ കിതാബോ അള്ളാഹിന്റെ ഖുർആൻ ഓതുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ റസൂൽ ഉദ്ദേശിച്ച അർത്ഥഗാംഭീര്യം ലഭിക്കുകയില്ല. തിലാവത്ത് എന്നുള്ളതിന് പാരായണം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, പാരായണം അതിന്റെ ഒരു ഭാഗമാണ് എന്നേ അർത്ഥമുള്ളൂ. വയതദാറസൂനഹു ബൈനഹും, ഇനി തിലാവത്തിന് വാദത്തിന് വേണ്ടി പാരായണം എന്ന അർത്ഥം കൊടുത്താലും വയതദാറസൂനഹു ബൈനഹും, തദാറസ എന്ന വാക്കിനർത്ഥം കൊണ്ടും കൊടുത്തും പഠിക്കുക എന്നാണ്.
അപ്പൊ അള്ളാഹുവിന്റെ വീടുകളിലൊന്നിൽ ഖുർആൻ കൊണ്ടും കൊടുത്തും പഠിക്കുകയും തിലാവത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സംഘം ആളുകൾ. കൊണ്ടും കൊടുത്തും പഠിക്കാറിന് എങ്ങനെയാണ്? ഒരാൾ ഖുർആനിന്റെ ഒരു സൂക്തം പാരായണം ചെയ്യുന്നു. അറബി അറിയുന്ന ഒരു പണ്ഡിതൻ കൂട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ അർത്ഥം പറയുന്നു. അല്പം കൂടെ ആഴത്തിൽ പഠിച്ച ഒരു സഹോദരനുണ്ടെങ്കിൽ അയാൾ അതിന്റെ വിശദീകരണം എന്ന് പറയുന്നു. ഇനി ഇതൊന്നും സാധ്യമല്ലെങ്കിൽ ഒരു പരിഭാഷ, ഒരാൾ ഖുർആനിന്റെ ഒരു പരിഭാഷ എടുത്ത് വായിക്കുന്നു, മറ്റുള്ളവരത് ശ്രദ്ധിച്ചു കേൾക്കുന്നു. അപ്പൊ സംശയങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത പരിഭാഷ, വേറൊരു പരിഭാഷ എടുത്ത് നോക്കുന്നു, എന്താണ് അതിന്റെ വിശദീകരണം? അല്പം ഒരു വെളിച്ചം ലഭിക്കും. എല്ലാ പരിഭാഷാ ഗ്രന്ഥങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മികവുറ്റതാണ്. ഒരു ഭാഗം ഒരു പരിഭാഷയിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ മറുഭാഗം വേറൊരു പരിഭാഷയിൽ കാണും. ഇല്ല, അങ്ങനെ വന്നാൽ, അങ്ങനെ പഠിക്കുന്ന ഒരു സംവിധാനം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടിയാൽ, ഇല്ലാ നസലത്ത് അലൈഹിമു സക്കീന, അവരുടെ മീതെ ശാന്തതയും ശാന്തിയും ഇറങ്ങാതിരിക്കുകയില്ല. വഖശിയത്തുഹുമുർ റഹ്മ, അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാതിരിക്കുകയില്ല. കാരുണ്യം അവരെ മൂടും, പൊതിയും. വഹഫത്തുഹുമുൽ മലായികത്തു, മാലാഖമാർ അവരുടെ ചുറ്റും വലയം തീർക്കും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അല്ലാഹു തആല തന്റെ സന്നിധാനത്തിലുള്ള ആളുകളോട് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയും. കണ്ടോ, എന്റെ അടിമകൾ ഒരുമിച്ച് കൂടിയത് എന്തിനാ നിങ്ങൾക്കറിയോ? നിങ്ങളല്ലേ പറഞ്ഞത് അവർ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരാണ്, ഭൂമിയിലേക്ക് നിയോഗിച്ചാൽ രക്തം ചിന്തും എന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ നോക്ക്, അവരെവിടെയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? എന്തിനാണ്? ഞാൻ അവർക്ക് സന്മാർഗദായകമായി നൽകിയിരിക്കുന്ന നിയമാവലിയെ പഠിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അതിന്റെ ആശയം ഗ്രഹിക്കുന്നതിനും അത് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി എന്റെ അടിമകൾ അതാ അള്ളാഹുവിന്റെ എന്റെ പള്ളിയിൽ എന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് തന്റെ സന്നിധാനത്തിലുള്ള മലക്കുകളോട് അല്ലാഹു തആല പറയും. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അപ്പൊ അള്ളാഹുവിന്റെ പള്ളിയിൽ നടക്കേണ്ട പ്രധാന പണി ഖുർആൻ പഠിക്കൽ. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ചിലപ്പോഴെങ്കിലും ഖുർആൻ അല്ലാത്തതൊക്കെ പഠിപ്പിക്കപ്പെടുന്ന പള്ളികളാണ് നമ്മുടെ സമുദായത്തിന് ഭൂരിഭാഗവും ഉള്ളത്. ഖുർആൻ അല്ലാത്ത മറ്റെന്ത് പഠിപ്പിക്കുന്നതിനും ആളുകൾക്ക് വിരോധമില്ലാത്ത ഒരവസ്ഥ. ഒറ്റപ്പെട്ട അപവാദങ്ങൾ ഉണ്ടാവുകയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭൂരിഭാഗവും നമ്മുടെ സമുദായത്തിന്റെ മൊത്തം അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ ഖേദകരമാണ് ചിത്രം. ദിനപത്രങ്ങൾ വായിക്കുന്നതിന് വിരോധമില്ല അവിടെ. നോട്ടീസുകൾ വിതരണം ചെയ്യുന്നതിനും കുഴപ്പമില്ല. പാർട്ടികളുടെ മുഖപത്രങ്ങളാവാം, പാർട്ടി സമ്മേളനങ്ങൾ നടത്താം. ചിലപ്പോഴെങ്കിലും അറബി ഭാഷയിലെ പച്ച മനുഷ്യരോട് പച്ചയിൽ പറയാൻ കൊള്ളാത്ത അറബി കവിതകൾ അർത്ഥസഹിതം മിഹ്റാബുകൾക്ക് ചുവട്ടിലിരുന്ന് വട്ടം ചുറ്റി പറയാം, വട്ടമിരുന്നോതാം. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല, അതറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും. യുദ്ധത്തെയും പെണ്ണിനെയും കള്ളിനെയും മാത്രം വർണ്ണിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന സാഹിത്യ ഗ്രന്ഥങ്ങൾ നമ്മുടെയൊക്കെ പള്ളികർച്ചുകളിൽ സാധാരണ പഠന വിഷയമാണ്. അതിലെന്താണ് അതിന്റെ വിശദീകരണങ്ങൾ എന്നത് വായിക്കുമ്പോഴേ മനസ്സിലാകും. നമ്മുടെ പല സാഹിത്യങ്ങളുമൊക്കെ അവിടെ നിൽക്കും ചിലപ്പോ. അത്രയാണ് അതിന്റെ വർണ്ണനകൾ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഖുർആൻ പരിഭാഷയുമായി ചെന്ന് രണ്ട് പരിഭാഷ എന്റെ വക ഇവിടെ വഖുഫായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റൂല, സാധ്യമല്ല. അത് ആളുകളെ പഴപ്പിക്കും. ഏത് ഖുർആൻ? ഇതല്ല യഥാർത്ഥത്തിൽ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാൻ കഴിയണം. ഈ വിഷയം ഞാൻ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിന് വേണ്ടി അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല. വേദനാജനകമായ ഒരു ചിത്രം ഒരുപാട് അധ്വാനവും വ്യയവും ചെലവഴിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ പള്ളികളിലൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് ആരെയാണ് സന്തോഷിപ്പിക്കുക? അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം,
ഈ ഖുർആനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ എവിടെയൊക്കെയോ ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പുനരാലോചന, ഒരു വിചിന്തനം ഈ വിഷയത്തിൽ അനിവാര്യമായിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, പത്രങ്ങൾ വായിക്കുന്നതിന് ആരും എതിര് പറയാറില്ല. അതേ പള്ളിയിൽ ഖുർആൻ പരിഭാഷയുമായി ഒരാൾ ചെന്നാൽ ചിലപ്പോൾ വിമർശിക്കപ്പെടാറുണ്ട്. ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വചനമാണ് വാർത്തകളിൽ അത്യുത്തമമായത് എന്നുള്ള പ്രവാചകന്റെ അധ്യാപനവും ഖുർആനിന്റെ സൂക്തവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്. വാർത്തകളിൽ, വർത്തമാനങ്ങളിൽ അത്യുത്തമമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ ചിന്തയിൽ വരേണ്ടത് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ് ഹദീസ്. എല്ലാ ഖുതുബയിലും നമ്മൾ പറയാറുണ്ട്, റസൂലും പറയാറുണ്ടായിരുന്നു എല്ലാ ഖുതുബയിലും, അലാ ഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്. വർത്തമാനങ്ങളിൽ, വാർത്തകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അള്ളാഹുവിന്റെ വാർത്തയാണ്. എന്താണ് ആ വിഷയം? എന്താണ് അള്ളാഹുവിന്റെ വാർത്ത? കിതാബിൽ അടങ്ങിയത് എന്താ? അതിലുള്ള ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചറിയുമ്പോഴാണ് അള്ളാഹു പറഞ്ഞ വാർത്തയുടെ പ്രാധാന്യവും പ്രസക്തിയും ഗൗരവവും, അത് പാലിക്കാതിരുന്നാൽ, അത് അറിയാതിരുന്നാലുള്ള പര്യവസാനത്തിന്റെ ദുര്യോഗവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സൂറത്ത് സുമറിലെ 23-ാമത്തെ സൂക്തം, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അഹ്സനുൽ ഹദീസ് ഖുർആനിന്റെ ഒരു പര്യായമാണത്. വാർത്തകളിലെ അത്യുത്തമമായത് അത് ഖുർആനാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയരാവേണ്ടതുണ്ട്. അങ്ങനത്തെ വർത്തമാനമാണത്. പക്ഷെ ചിലപ്പോഴെങ്കിലും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, രാവിലെയാണല്ലോ നമ്മൾ ഖുർആനുമായി അല്പസമയം ഇരിക്കുന്നത്. സുബഹി നമസ്കാരാനന്തരമാണ് അധിക ആളുകളും ഖുർആനുമായി അല്പസമയം ചെലവഴിക്കാൻ സൗകര്യപ്പെട്ട ഒരു സമയമാണ്, നല്ല ഒരു സമയം. ചിലപ്പോൾ മഗ്‌രിബിന് ശേഷമാവാം, ആളുകളുടെ ജോലിക്കനുസരിച്ചൊക്കെ വ്യത്യാസം വരും. എന്നാലും അധികം സുബൈക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. പക്ഷേ ഖുർആനുമായി മുഴുകിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് പത്രക്കാരൻ വന്ന് ബെല്ലടിച്ചാൽ, ഗേറ്റിലൂടെ പത്രം മുമ്പിലേക്ക് വന്നാൽ ഖുർആൻ മടക്കി വെച്ചിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് പത്രത്തിന്റെ പിന്നാലെ ഓടും നമ്മൾ. അവിടെ അലാ ഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് എന്ന വചനത്തെ നമ്മൾ മറന്നു. ഇത് അല്പസമയം കൂടി ഇതിൽ തന്നെ മുഴുകാൻ കഴിയണം. പത്രം അവിടെ നിൽക്കട്ടെ, എനിക്ക് വാർത്ത അറിയാനായിട്ടില്ല, അതിലെ പല ആളുകളുടെ പ്രസ്താവനകൾ ഉണ്ടാകും. ഇതൊക്കെ ശരിയാണ്, അറിയേണ്ട വർത്തമാനങ്ങൾ തന്നെ. പക്ഷേ ഈ ഖുർആനിന്റെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല ഒരു സമയം ലഭിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കൂടി ഇതിന്റെ കൂടെ ഇരിക്കാനുള്ള മാനസികാവസ്ഥ പത്രം കാണുന്നതോടുകൂടി ഒരുപക്ഷെ ഖുർആൻ അലമാരയിൽ നിന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ മേശപ്പുറത്ത് നിന്ന് എടുത്തിട്ട് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് പത്രം വരുന്നത്. അപ്പൊ തന്നെ മടക്കി വെച്ചിട്ട് പത്രത്തിന്റെ പിന്നാലെ പോകും. ഇങ്ങനെ വരുന്നവർ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഖൈറുൽ ഹദീസിനെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു വർത്തമാനത്തെ തേടുകയാണ് നമ്മൾ. പത്രം വായിക്കേണ്ടതില്ലെന്നോ രാവിലെ വായിക്കുന്നത് അബദ്ധമാണെന്നോ എന്നൊന്നും ഞാൻ സൂചിപ്പിച്ചില്ല. അവിടെ ഖുർആനിന്റെ പ്രാധാന്യത്തിന് നമ്മൾ അല്പം കുറച്ച് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് അവിടെ കിടക്ക്. അവിടെ ഉണ്ടാവുമല്ലോ ആ പത്രം. ഞാൻ ഈ ഖുർആനിന്റെ കൂടെ എന്റെ അല്ലാഹ് എന്നോട് എന്തൊക്കെ പറയുന്നത്, ചില കാര്യങ്ങൾ കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട്, എന്നാലേ എന്റെ നിലപാട് തിരുത്താൻ പറ്റുള്ളൂ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ കഴിയണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഖുർആൻ പഠനമാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. ഇവിടെ ഒരു വിചിത്രവാദം ഉന്നയിക്കപ്പെടാറുണ്ട്. ചിലപ്പോഴെങ്കിലും അത് ചില നേതാക്കളും പണ്ഡിതന്മാരും ഒക്കെ ഏറ്റുപിടിക്കാറുമുണ്ട്. അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ചിലപ്പോൾ മനസ്സിലായില്ല എന്നും വന്നേക്കും. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പല്ലവിയാണ്. ചില ആളുകൾ പറയും എനിക്ക് അറബി ഭാഷ അറിയില്ല.
അതുകൊണ്ട് ഞാനിങ്ങനെ ഓതാനേ അറിയുള്ളൂ. ഭാഷയുടെ ആശയാർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇതൊക്കെ നമുക്ക് ന്യായീകരണങ്ങളാണ്, നമുക്ക് തൽക്കാലമായി മനസ്സിന് സമാധാനം നൽകുന്ന വാദഗതികളാണ്. പക്ഷേ ഖുർആൻ ഈ വാദഗതിയെ തള്ളിക്കളയുന്നതായിട്ടാണ് 6 സ്ഥലത്തുനിന്ന് ചുരുങ്ങിയത് മനസ്സിലാക്കാൻ കഴിയും. 6 സ്ഥലത്തുനിന്നല്ല, ഏറ്റവും പച്ചയിൽ നേർക്കുനേരെ പറഞ്ഞത്. സൂറത്തു മറിയമിലെ 97-ാമത്തെ സൂക്തം, ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക, ഈ ഖുർആനിനെ നിന്റെ ഭാഷയിൽ വളരെ ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നു. അറബി ഭാഷയിലെ ഏറ്റവും ലളിതമായ ഭാഷയിലാണ് ഖുർആൻ അവതീർണമായിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ ഉതകുമാറ് ആണ് ഖുർആനിലെ ഭാഷാപ്രയോഗങ്ങൾ. കടുകട്ടിയുള്ള പദങ്ങൾ വളരെ കുറവാണ്. അത് മക്കിയായ സൂറകളിൽ അല്പമെങ്കിലും കാണാൻ കഴിയും. നമ്മളാണെങ്കിൽ വല്ലാത്തൊരു വിചിത്രമാണ്. മക്കിയായ സൂറയാണ് ആദ്യം തന്നെ പഠിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതിലെ പദങ്ങൾ കടുകട്ടിയാണ്. അതന്നെ ആദ്യം പഠിക്കും. ഏതൊരു ഭാഷാ സാഹിത്യം പഠിക്കുമ്പോഴും ഒരിക്കലും തിരിയാത്ത പദപ്രയോഗങ്ങളുള്ള ഗ്രന്ഥങ്ങൾ ആദ്യം തന്നെ മുമ്പിലേക്ക് വെച്ചാൽ ഇവനെ മടുക്കും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. കുട്ടികൾക്ക് ആദ്യമൊക്കെ കുട്ടിക്കഥകൾ വായിക്കാൻ കൊടുക്കണം. ലളിതമായ ഭാഷയിലുള്ള ഖുർആൻ സൂക്തങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. അതിനൊക്കെ നമുക്ക് ന്യായീകരണങ്ങളുണ്ട്. മുത്തഖീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി നിന്റെ ഭാഷയിൽ ഇത് വളരെ ലളിതമാക്കിയിട്ടുണ്ട് ഈ ഖുർആനിനെ. തുൻദിറ ബിഹി ഖൗമൽ ലുദ്ദ, കുതർക്കികളായ ജനങ്ങൾക്ക് ഈ ഖുർആൻ വെച്ചിട്ട് താക്കീത് നൽകണം. ഇത് സൂറത്ത് മറിയമിലെ 97-ാമത്തെ സൂക്തം. സൂറത്ത് ദുഖാനിലെ 58-ാമത്തെ സൂക്തം, ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ, നിന്റെ ഭാഷയിൽ ഈ ഖുർആനിനെ നമ്മൾ ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളൊന്ന് ബോധമുള്ളവരായെങ്കിലോ എന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ്, ബോധമുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. തീർന്നിട്ടില്ല. സൂറത്തു ഖമറിൽ 4 സ്ഥലത്ത് 17, 22, 32, 40 ഫവലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഖുർആനിനെ ഇതാ ദിക്റിന് വേണ്ടി, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി, ഉത്ബോധനം സിദ്ധിക്കുന്നതിന് വേണ്ടി നാം വളരെ ലളിതമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്ബോധനം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ളവരുണ്ടോ? 4 സ്ഥലത്ത്, ഇങ്ങനെ 6 സ്ഥലത്ത് ഈ പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആനിനെ ചിന്തക്കും പഠനത്തിനുമൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. സമയം വളരെയധികമായി. അപ്പൊ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തോന്നും, എന്നാൽ ഖുർആനിലെ ഒരു വലിയ പണ്ഡിതനാവാൻ എല്ലാവർക്കും സാധിക്കും. അതിന് ഭാഷ അറിയണം. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ഖുർആനിലെ ഫത്വ കൊടുക്കാൻ മാത്രമുള്ള പണ്ഡിതനാകണമെന്നൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം എഴുതുവാൻ ആവശ്യമായ പാണ്ഡിത്യം ഇത്തരത്തിൽ ഖുർആനിനെ സമീപിച്ചാൽ ലഭിക്കുമെന്നുമല്ല. സാമാന്യേന ഖുർആൻ വായിച്ചാൽ അതെന്താണെന്ന് അറിയുന്നതിനുള്ള ഒരു ശേഷി കൈവരിക്കാൻ ഒരു ശരാശരി ബുദ്ധിയുള്ള എല്ലാവർക്കും കഴിയും എന്നുള്ളത് എന്റെ അഭിപ്രായമല്ല, അനുഭവമാണ്. ഒരുപാട് ചെറുപ്പക്കാർ നിരന്തരമായി ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഖുർആനിന്റെ പരിഭാഷകളിൽ നിത്യവും കുറച്ചു സമയം ചെലവഴിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഖുർആനിൽ നിന്നൊരു സൂക്തം ഉദ്ധരിക്കപ്പെട്ടാൽ അതിന്റെ പദാനുപദ തർജ്ജമ മുഴുവനും മനസ്സിലായിട്ടില്ലെങ്കിലും ആ പറയുന്ന വിഷയം ഇന്നതാണെന്ന് മൊത്തമൊന്ന് മനസ്സിലാക്കുവാനുള്ള ശേഷി നേടിയിട്ടുണ്ട് എന്നുള്ളത് എന്റെ അനുഭവമാണ്. ഒരുപക്ഷെ ഒരുപാട് സഹോദരന്മാരുടെ അനുഭവമായിരിക്കും. ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം. പദാർത്ഥത്തിനല്ല പ്രാധാന്യം നൽകുന്നത്, ആശയത്തിന്റെ പഠനത്തിനാണ്. തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം, ലോകപ്രശസ്തമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം ആശയപ്രധാനം ഉള്ളതാണ്, അർത്ഥപ്രധാനമല്ല. അത് ആശയപ്രാധാന്യമുള്ളതാണ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. അർത്ഥത്തിനല്ല അതിൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്, ആശയത്തിന്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മുടെ സമുദായം നടത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയും ഒരു ശീലമൊക്കെ ഉണ്ട്. ഇതിനൊരു തിരുത്താവശ്യമാണ്. പണ്ഡിതന്മാർ പോലും ലഭിക്കുന്ന വേദികളിൽ അതിനാവശ്യമായ ഊന്നലുകൾ നൽകാതിരിക്കുമ്പോൾ നമുക്ക് വേദന തോന്നുകയാണ്. പൂർവിക
പണ്ഡിതരായ പ്രത്യേകിച്ചും താബിഈകളായ പണ്ഡിതന്മാർ ഖുർആൻ പഠനത്തിനും ചിന്തക്കുമൊക്കെ നൽകിയിരിക്കുന്ന പ്രാധാന്യവും അവരുടെ വാചകങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ധരിക്കേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ഇന്ന് കേരളത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് ഖുർആൻ പരിഭാഷകളിലെ ഉദ്ധരണികളും ഞാൻ നിങ്ങളെ കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ മനസ്സിലാകും യഥാർത്ഥത്തിൽ ഗ്രന്ഥങ്ങളുടെ തകരാറല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ ഗ്രന്ഥങ്ങളെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമുക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഈ വീഴ്ചകൾ തിരുത്തുന്നതിന് മുന്നിൽ നിൽക്കേണ്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും കാര്യഗൗരവത്തോടുകൂടി അത് തിരുത്തുന്നതിന് തയ്യാറായിട്ടില്ല. ഒരു തിരുത്താവശ്യമാണെന്ന് സൂചിപ്പിച്ചാൽ അതൊന്നും അത്ര വലിയൊരു സംഗതിയല്ല എന്നുള്ളയിടത്താണ് പലപ്പോഴും കാര്യങ്ങളുടെ പോക്ക്. സൂറത്തു നിസായിലെ അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അഫലാ യതദബ്ബറൂന. ഇൻഷാ അല്ലാഹ് സമയം വളരെയധികമായി എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഒരു ചരിത്ര സംഭവം ഞാൻ എന്റെ സഹോദരന്മാരുടെ ശ്രദ്ധയിൽ, ബാക്കി ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം, അള്ളാഹു അനുവദിക്കുമെങ്കിൽ. അപ്പൊ ഈ ഖുർആൻ പഠനം നിർബന്ധമാണ്. അപ്പൊ ചോദിക്കും, ഖുർആൻ പഠിക്കാതെ ഓതിയാൽ കൂലി ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയം വിശദീകരിച്ച് വരുമ്പോൾ തീരാവുന്ന ഒരു സംശയമാണ്. ഇപ്പൊ ഏതായാലും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ. ഖുർആൻ പഠിക്കുകയും അത് ഖുർആൻ മുന്നിലുണ്ടാകുമ്പോ മാത്രം അത് സംബന്ധമായി ചിന്തിക്കുകയും ചെയ്യുന്നതല്ല സഹാബികളുടെ ചിത്രം. അവരുടെ ഏത് സമയത്തുള്ള ചിന്ത തന്നെ, പടച്ചോനെ എന്താണ് ഖുർആനും ഞാനുമായിട്ടുള്ള നിലപാട്. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭാര്യയുടെ മടിയിൽ തല വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിപ്പോൾ ഈ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടു കാര്യമായ ഗൗരവ ചിന്ത ഇല്ലാതിരിക്കുമ്പോ ഉള്ള ഒരു അങ്ങനെയുണ്ടല്ലോ ചില. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് ഏകദേശം ഒരു വിശ്രമത്തിൽ എണ്ണവണ്ണം ഇരിക്കിടക്കുമ്പോ സദക്കായിന്റെ ഇടക്കഥ അദ്ദേഹം കരയുന്നു. ഇത് കണ്ട ഭാര്യക്കും കരച്ചില് ഉണ്ടായി, കരയാൻ തുടങ്ങി ഭാര്യ. ഭർത്താവ് കരയുന്നുണ്ടപ്പോ കാര്യമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കണം അദ്ദേഹം കരയാൻ. അപ്പൊ കുറച്ചേരം ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരാൾ കരയുന്നുണ്ട്, ചിലപ്പോ നമുക്കൊരു കരച്ചിൽ ഒരു വേദന കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, മായുബിക്ക് എന്തിനാ നീ കരയുന്നത്? ഭാര്യ പറഞ്ഞു, നിങ്ങൾ കരയുന്നുണ്ടപ്പോ ഞാനും കരഞ്ഞു, എന്തേലും കാര്യം ഉണ്ടാവും, നിങ്ങൾ കരയുണ്ടപ്പോ ഞാനും. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ എന്ന മഹാൻ പറഞ്ഞത്, ഇന്നീ ദക്കർതു ഖൗലല്ലാഹി അസ്സ വജല്ല, ഞാൻ പ്രതാപിയും അത്യുന്നതനുമായ പടച്ച തമ്പുരാന്റെ ഒരു വാചകമോർത്തുപോയി. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽപ്പെട്ട ഒരാളും തന്നെ നരകത്തിന്റെ അടുക്കൽ വരാതിരിക്കുകയില്ല എന്ന സൂക്തം എന്റെ മനസ്സിലൂടെ കടന്നുപോയി. സൂറത്ത് മറിയമിൽ 71-ാമത്തെ സൂക്തം. അതിന്റെ പൂർണ്ണ രൂപം ഇതാണ്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ, നിങ്ങളിൽപ്പെട്ട ഒരാളും തന്നെ നരകത്തിന്റെ ചാരത്ത് വരാതിരിക്കുകയില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ, അത് പടച്ച തമ്പുരാൻ നടപ്പാക്കുമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യാ, പിന്നെ അവിടെ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക മുത്തഖീങ്ങളായ മനുഷ്യരെ മാത്രമാണ്. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യാ, അക്രമികളായ നരകരാ നരകത്തിൽ തന്നെ മുട്ടുകുത്തിയവരായി അവശേഷിക്കുമാറ് നാം അവിടെ ഉപേക്ഷിക്കും. ഈ സൂക്തം ഞാൻ ഓർത്തുപോയി. വൈമിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽപ്പെട്ട ഒരാളും അവിടെ വരാതിരിക്കുകയില്ല, ഞാനാ വരുന്നവരിൽ പെടുമല്ലോ, ഒരാളും ഒഴിവാവുകയില്ല. പക്ഷെ തിരിച്ചു വരാൻ ഞാനുണ്ടാകുമോ എന്നെനിക്കറിയില്ല, എന്നെ തിരിച്ചു വരാൻ അനുവദിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെടുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് കരഞ്ഞതാണ്. വൈമിൻകുമില്ലാ വാരിദുഹ കാന ഇലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ. ഈ സൂറത്തു മറിയമിലെ 71-ാമത്തെ സൂക്തം യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ ഓതിത്തീർത്താ മതി എന്ന് തന്നെയാണ് പ്രിയമുള്ള സഹോദര നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പൂർവികന്മാർ അങ്ങനെ ആയിരുന്നില്ല. ഹസനുൽ ബസ്രി എന്ന മഹാപണ്ഡിതനെ നമ്മൾ കേട്ടിട്ടില്ലേ? താബിഈ പണ്ഡിതനാണ്. ആരാണ് താബിഈ എന്ന് പറഞ്ഞാൽ? സഹാബികളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള, സഹാബികളെ കണ്ടു ജീവിച്ചിട്ടുള്ള മഹാന്മാർ.
അദ്ദേഹം പറഞ്ഞു, തന്റെ സഹോദരനോട് ചോദിക്കുക, ഹൽ അതാക അന്നക വാരിദുനാർ, നീ നരകത്തിൽ വരുമെന്ന്, നരകത്തിന്റെ ഉള്ളിൽ കിടക്കുന്നില്ല, നരകത്തിന്റെ അടുക്കൽ വരുമെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ അങ്ങനെ ഉണ്ടോന്നാ ചോദ്യം. ഖാലനാം, എനിക്കറിയാമല്ല, സൂറത്ത് മറിയം 71 സൂക്തം. ഫഹൽ അതാക അന്നക സ്വാദിറുൻ അൻഹ, അവിടെ നിന്ന് തിരിച്ചു വരുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അത് കിട്ടിയിട്ടില്ല. തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടിരുന്ന വിവരമല്ല, എല്ലാവരും അവിടെ ചെല്ലേണ്ടി വരുന്നുണ്ട്. നഗറുൽ സുമൻ ഉനജ്ജില്ലീന തഖൗ എന്നുള്ള ഖുർആന്റെ പ്രയോഗം. മുത്തഖീങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പൊ നരകൊന്ന് കാണേണ്ടി വരും തന്നെയാണ്. അഴുതില്ല, ഞാൻ അത് ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഫീമഹാദല്ലാഹ്, നിനക്ക് ഇങ്ങനെ കളിക്കാനും ചിരിക്കാനും വിനോദിക്കുവാനും എങ്ങനെ മനസ്സ് വരുന്നു? സഹോദരന്റെ ചോദ്യം. ആരുടെ? സ്വന്തം സഹോദരന്റെ ചോദ്യം. കാരണവരോട് ചോദിക്കണത് എങ്ങനെയാണ്? ഇതാണ് വിഷയം അവരുടെ. എന്ത്? നരകമുക്തി കിട്ടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ സഹോദര? എന്താ നിന്റെയൊക്കെ ജീവിത നിലപാട്? അള്ളാഹിനെ കാണുന്നത് വരെ, കണ്ടുമുട്ടുന്ന, വരിക്കുന്നത് വരെ നഷ്ടം. പിന്നെ അദ്ദേഹത്തിന് ചിരിക്കാൻ സാധിച്ചില്ല. ഈ ഒരു ചിന്ത പടച്ചോൻ ഇങ്ങനെ ഉണ്ടല്ലോ ഖുർആനിൽ എന്ന് വെച്ചാൽ, ഖുർആൻ ഓതുമ്പോഴും കാണുമ്പോഴും വയല് കേൾക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും മാത്രമല്ല, നിരന്തരമായി ജീവിതത്തിൽ അവരുടെ ചിന്ത ഖുർആനിന് വിരുദ്ധമായാണോ എന്റെ ജീവിതം, നരകത്തിലേക്ക് പെടുന്നവരിൽ ഞാൻ ഉൾപ്പെടുമോ, അതോ സ്വർഗലബ്ധി ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ തന്നെ അല്ലേ ഞാനുള്ളത് എന്നാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം സദാസമയം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന രൂപത്തിൽ ഖുർആനിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. പടച്ച തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ.